അസ്സാം വലൈക്കും. ഞങ്ങൾ ഇന്ന് വെറുതെ ഇങ്ങനെ റൂമ് കുത്തിരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വൈഫിൻ്റെ ബ്രദറിനെയും കൂട്ടി നമ്മളെ കുട്ടാപ്പിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ വണ്ടി എടുത്ത് ഒന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ കൽബയിൽ പുതിയതായിട്ടൊരു ഹാങ്ങിങ് ഗാർഡൻ ഓപ്പൺ ആയിട്ടുണ്ട്. നാളെ മക്കൾക്ക് കളിക്കാൻ കുറച്ചൊരു ഏരിയ ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. മക്കൾ രണ്ടാളും നല്ല കളി തന്നെയാണ്. വണ്ടിൻ്റെ അകത്ത് കുത്തിരുന്നിട്ട് പ്രത്യേകിച്ച് കാസി അവനോട് ഞങ്ങൾ ചോദിക്കേണ്ട എവിടേക്കാ പോകണമെന്ന്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവനെ ഓരോ സ്ഥലമേ പറയുള്ളൂ. പാർക്ക് എവിടെയൊക്കെ ചോദിച്ചാലും അവന് പാർക്കാണ് പോകുന്നത്. പക്ഷെ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കൽബ 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 പറയുന്നുണ്ട്, ചെറുങ്ങനെ പറയുന്നുണ്ട് കൽബയിലൊക്കെ പോകണമെന്നുള്ളതൊക്കെ. കൽബ 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 പറ കുഞ്ഞിനെവിടെ പോണേ? ഓക്കെ ഡൺ. വേർ ആർ യു ഗോയിങ്? കൽബ പാർക്കിലല്ല പോണേ, കൽബ പറയടോ. ഞാനൊരു പാട്ട് പാടേ. കഴിഞ്ഞോ? അതേ ഉള്ളൂ. ഇതാണ് ലൊക്കേഷന്. കൽബയിൽ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് തന്നെ റൈറ്റ് സൈഡിൽ ഒരു കുറഞ്ഞൊരു ഏരിയയിലാണ് ഇത് കിടക്കുന്നത്. പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് കയറാൻ ഒന്നാമത് ഞങ്ങൾ പോയതൊരു ഹോളിഡേ ടൈമിലാണ് പോയത്, നാഷണൽ ഹോളിഡേ ടൈമിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു. അതിന് ഫുൾ അവിടെ സ്പേസ് ഇല്ല. കുറേ വണ്ടി അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ടൊരു വഴിയുണ്ട്. അതുവഴി പോയാൽ കുറച്ചും കൂടെ എന്താ പറയുക, മുകളിൽ ഒരുപാട് പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ റൈറ്റിലേക്കാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അത് നല്ല ഹൈറ്റിലാണ്. അപ്പം ഞങ്ങൾ മെല്ലെ റൂട്ട് പിടിച്ച് മുകളിലേക്ക് പോയി. അവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡിലായിട്ടൊക്കെ പിന്നെ ആൾക്കാർ കുറേയൊക്കെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ പ്രശ്നമില്ല, ഫൈനോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു ധൈര്യത്തോടെ ഞങ്ങൾ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ഇറ്റ്സ് അമേസിങ്, ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അറിയില്ല, ഒരു നല്ല വൈബ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പും. മെയിൻ ചീസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴെ ഇറങ്ങുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ ഇറങ്ങുക. തിരിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഫാമിലിയായിട്ട് താഴെ ഇറങ്ങുക, ഒരാൾ മുകളിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് പിന്നെ താഴെ വന്നിട്ട് ആളെ പിക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വാട്ടർഫോൾ വളരെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ആക്ച്വലി അവിടുന്ന് സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ അടിപൊളിയാണ്. പിന്നെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കുറച്ചൊരു ഏരിയ ഉള്ളൂ. ഇത് നമ്മൾ ഒരുപാടൊന്നുമില്ല, കുറച്ചൊരു ഏരിയയിൽ മക്കൾ കളിക്കാനുണ്ട്. പിന്നെ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. പിന്നെ 2 റംസ് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ കയറാൻ 5 റംസാണ് പിന്നെ എൻട്രി ഫീ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 റംസ് ഒരാൾക്ക് പെർ ഹെഡ് ട്രെയിൻ. 5 റംസ് 6 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. 6 വയസ്സ് വരെ പ്രശ്നമില്ല. അതേപോലെ ട്രെയിൻ ടിക്കറ്റ് 3 വയസ്സ് മുകളിലോട്ടുള്ളവർക്ക് ടിക്കറ്റ് ഉണ്ട്, അല്ലാത്തവർക്ക് ടിക്കറ്റ് ഫ്രീ. അത് ചെറിയ മക്കൾക്ക് ടിക്കറ്റ് ഫ്രീ. 3 വയസ്സ് വരെയുള്ള മക്കൾക്ക് ടിക്കറ്റ് ഫ്രീ. ട്രെയിനിൽ കയറി അവിടെ പോയി പിന്നെ ട്രെയിനിൽ അതിൻ്റെ 2 സൈഡും നമുക്കത് മൊത്തത്തിൽ നടക്കുന്നതിന് ഒരു വലിയ ദൂരമൊന്നുമില്ല. എങ്കിലും നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കിട്ടുന്ന വേറൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു വേണം നമ്മൾ കയറി. പിന്നെ മക്കൾക്കും ട്രെയിനിലൊക്കെ കയറാമെന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ എന്നുള്ളതിൽ കയറിയാണ്. മൊത്തം ആ ഒരു ഹാങ്ങിങ് ഗാർഡൻ മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരുന്നുണ്ട്. ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ 3 സെക്ഷനായിട്ടാണല്ലോ. ഒരു സൈഡിൽ മക്കൾ കളിക്കാനും അതേപോലെ ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു സ്റ്റേഷന് കാര്യങ്ങൾ. പിന്നെ സെൻറ്ററിൽ കുറച്ചൊരു ഫുഡ് കോർട്ട് വരുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് എന്താ പറയുക, സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് മക്കൾ കളിക്കാൻ. വലിയ ഇതൊന്നുമില്ല, ചെറിയ രീതിയിൽ. ബട്ട് ഇറ്റ്സ് നൈസ്, എൻജോയബിൾ ആണ്. വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.
കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഒരു നൈറ്റ് വ്യൂ ഒക്കെ എടുത്ത് മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതേപോലെ വൈകിട്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ജസ്റ്റ് വന്ന് എൻജോയ് ചെയ്യുക പറ്റിയൊരു സ്ഥലമാണ്. വളരെ കാമൻ ക്വയറ്റാണ്. ഇത് ഒരുപാട് വീക്കെൻഡ്സിലൊക്കെ അത്യാവശ്യം റഷ് ഉണ്ടാവും, അല്ലാത്ത സമയത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രീ ഉള്ളവരൊക്കെ ഈ സ്ഥലം വന്ന് കാണാൻ എൻജോയ് ചെയ്യുക. ഒരുപാട് എക്സ്പെൻസ് ഒന്നുമില്ല, സോ ഇറ്റ്സ് ഈസി. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.